അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നതിന് ഒരു പുതിയ തെളിവ് കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്ക ഇറാനെ വളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 30 യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ കീഴടങ്ങാൻ അമേരിക്ക പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇറാൻ അതിന് തയ്യാറായില്ല. വലിയ ശിക്ഷ ഇറാൻ ലഭിക്കുമെന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഈ മനോഭാവം, അതായത് നിഷേധാത്മകമായിട്ടുള്ള ഈ മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഏകദേശം 30 യുദ്ധവിമാനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളെ സംരക്ഷിക്കുന്ന യുദ്ധവിമാനങ്ങളെ പിന്തുണയ്ക്കാനും ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഉപയോഗിക്കുമെന്ന് മനസ്സിലാകുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സാധ്യമായ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളെ ബാക്ക് ചെയ്യാനും ഈ യുദ്ധവിമാനങ്ങളെ അമേരിക്ക ഉപയോഗിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചലനം സൂചിപ്പിക്കുന്നത് അമേരിക്കയും ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ പോകുന്നു എന്ന് തന്നെയാണ്. അമേരിക്ക അവരുടെ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ US-ന്റെ നിമിറ്റ്സ് ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. നിമിറ്റ്സ് വിമാനവാഹിനി കപ്പലിൽ ഒരു സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഗൈഡഡ് ആന്റി മിസൈലുകൾ ഇതിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. UAE, ജോർദാൻ, സൗദി അറേബ്യ എന്നിങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയിലെ വ്യോമത്താവളങ്ങളിൽ മുഴുവൻ അതീവ ജാഗ്രത പാലിക്കാൻ അമേരിക്കൻ കമാൻഡർമാർ അമേരിക്കൻ സൈനികരോട് ഉത്തരവിട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ 40,000-ത്തിലധികം സൈനികരെയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ സമ്പൂർണ്ണമായി ഇറാനെ അമേരിക്ക വളഞ്ഞിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അറിയാവുന്ന ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാൻ മിസൈലുകൾ ഇതിനകം തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ ഹോർമൂസ് കടലിടുക്കിൽ കുഴി ബോംബുകൾ സ്ഥാപിക്കാൻ തുടങ്ങുമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന മധ്യപൂർവ്വ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയതും തന്ത്രപ്രധാനവുമായിട്ടുള്ള ഒരു ജലപാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇറാൻ മിസൈലുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.